ഹായ്. ശ്രീതു എന്തിനാണ് അവിടെ നിൽക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നലെ സിജോയും ശ്രീതുവും തമ്മിലുള്ള ആ ഒരു ഫൈനൽ കോമ്പറ്റീഷൻ, അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തത് ശ്രീതുവിനെയായിരുന്നു. പക്ഷെ വിടാൻ ചാൻസ് ഇല്ല. മുല്ലപ്പൂവാണ് പ്രശ്നം. വിട്ടു കഴിഞ്ഞാൽ അർജുൻ്റെ മേളിലേക്ക് ഒരു ചാട്ടം ചാടും മുല്ലപ്പൂ. ഈ കാര്യം തിരിച്ചറിഞ്ഞ അവിടുത്തെ ക്രൂസ് വിചാരിച്ചു ശ്രീതു അവിടെ നിൽക്കട്ടെ എന്നുള്ളത്. ഏതായാലും ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു എവിക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ശ്രീധുവിനെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഒരു വാഴയ്ക്കും വേണ്ടായോ പറയാൻ, എന്തെങ്കിലും വേണ്ടായോ, അവൾ എന്താ അവിടെ ചെയ്തേ? ആകെ മൊത്തം ആ കളി ഒന്ന് കണ്ടുകൊണ്ട് നിന്നു. നമ്മളെപ്പോലെ തന്നെ കാഴ്ചക്കാരിയായിട്ട് പുള്ളിക്കാരത്തി നിന്നു. ചിലയിടങ്ങളിൽ തീരെ ഒരു കാര്യവും ഇല്ലാണ്ട് നിന്നു. ഇടയ്ക്ക് എന്തൊക്കെ ഒന്ന് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പാമ്പറിങ് കിട്ടാണ് ശ്രീധു. അമ്മയുടെ ചെല്ലക്കുട്ടി. അമ്മയാണ് അഭിപ്രായങ്ങൾ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, അമ്മയാണ് സർവത്രവും ചെയ്തു കൊടുക്കുക. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്ന ഒരു ഷോയിലേക്ക്. വേസ്റ്റ് കണ്ടസ്റ്റന്റ്. സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് യോഗ്യതയില്ലെങ്കിൽ അത്തരം ഷോകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകരുത്. നമ്മുടെ സായി വാഴ പോയതുപോലെ ഒരാളുടെ പൊസിഷൻ ഹയർ ചെയ്തിട്ട് ഒരാൾക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വാങ്ങിയെടുത്ത് അതിനെ നശിപ്പിച്ചുകൊണ്ട് ആ പൊസിഷനിലേക്ക് കയറി നിൽക്കരുതെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. ശ്രീധുവിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ശ്രീധു സത്യം പറഞ്ഞാൽ ഒരു നല്ല മത്സരാർത്ഥിയെ ആയിരുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഷയിലേക്ക് പോയിരുന്നെങ്കിൽ കുറേ കൂടെ അവർക്ക് വിജിലൻ്റായി അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് ഭാഷ അറിയില്ല, എന്താ ഇവിടെ നടക്കണേന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ചുമ്മാ ഒരു പേക്കൂത്ത്. അത് ലാസ്റ്റ് 5 അതിലേക്ക് തന്നെ അവർ എത്തുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. അത് ആ ക്രൂ മെമ്പേഴ്സിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. അവരെ ആയിരുന്നു സിജോയ്ക്ക് പകരം പുറത്താക്കിയത്. സിജോ അവിടെ നിന്നോട്ടെ ആയിരുന്നു. പിന്നെന്താ, വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ സായും സിജോ പുറത്തു വന്നാൽ മാത്രമേ ജാസ്മിനെ ജയിപ്പിക്കാനുള്ള വോട്ട് അവർ കൊടുക്കുകയുള്ളൂ. കാരണം അവരാണല്ലോ ഒരു കോംബോ. അപ്പോൾ ആ കോംബോയിൽ നിന്ന് 2 പേര് പുറത്തു പോകുമ്പോൾ കോംബോയിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ആ വോട്ട് കിട്ടണം. വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാതെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം ചൈനീസ് സാധനമാണ്. എനിവേ, എന്ത് തന്നെയായിരുന്നാലും ശ്രീധു ഇന്നലെ പുറത്തു പോകുമെന്ന് ഞാൻ നന്നായി പ്രതീക്ഷിച്ചിരുന്നു. നടന്നില്ല. പിന്നെ നമ്മുടെ അർജുൻ്റെ കരച്ചിൽ നാടകം, അയ്യോടാ എന്തുവാ. അർജുൻ നന്നായി അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കരച്ചിൽ നാടകം. സിജോയുമായി അത്ര ഇൻറ്റിമസി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, പലരും പറയുന്നുണ്ടായിരുന്നു മുൻപ് അടി കൊണ്ട് പോയപ്പോഴത്തേക്കൊക്കെ ഇതേപോലെ കരഞ്ഞു എന്ന്. ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ക്യാമറമാൻ എന്നെ കാണിക്കാത്തതാണോ എന്നും എനിക്കറിയത്തില്ല. ഇന്നലത്തത് വെറും ഫേക്കായിട്ടുള്ള ഒരു കരച്ചിലും ഫേക്കായിട്ടുള്ളൊരു ഷോയും മാത്രമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ശ്രീധു പോകുമ്പോൾ ഒന്ന് കരയാനായിട്ട് പുള്ളി കരുതി വെച്ചിരുന്ന ആ കണ്ണീരാണ് അങ്ങനെ ഇങ്ങോട്ട് വീണതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്നലെ തന്നെ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നല്ല ഒരു ഷോയെ ഈ പ്രാവശ്യം നശിപ്പിച്ചു എന്നതിനപ്പുറം പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ശ്രീധു പക്ക കണ്ടസ്റ്റൻ്റായിട്ട് ഒരു വേസ്റ്റായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ശ്രീധുവിനെ പറ്റി പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആക്ച്വലി ശ്രീധുവിനെ പറ്റി എന്താ പറയാനുള്ളത്? ക്യൂട്ട്, സ്വീറ്റ്, രാത്രി കാലങ്ങളിൽ ഉറക്കമുളച്ചിരിക്കുന്ന ഒരു കുറുക്കത്തി. അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊന്നും തോന്നിയിട്ടില്ല. ശ്രീധു ഈസ് എ ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ്. അതുപോലെ പിന്നെ ജാസുമോള് ഒന്ന് സ്കോർ ചെയ്യാൻ ഇടയ്ക്ക് ശ്രമിച്ചു. പക്ഷേ അർജുനെ വിട്ടുകൊടുക്കാതെ ജാസുമോളിൽ നിന്ന് സേവ് ചെയ്ത് രക്ഷപ്പെടുത്തി നിർത്തിയത് നമ്മുടെ ശ്രീധുവാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രീധുവിന് ഒരു 2 മാർക്ക് കൊടുക്കാം, അല്ലേ? അർജുൻ്റെ കന്യാകത്വം നഷ്ടപ്പെടാതെ അർജുനെ കാത്ത് സൂക്ഷിച്ച ശ്രീധുവിന് ഇരിക്കട്ടെ ഒരു കപ്പ്. ചായക്കപ്പങ്ങാണ് എടുത്തു കൊടുത്ത് ആ കൊച്ചിനെ ഒന്ന് ഇറക്കി വിടുവോ? സത്യത്തിൽ നാണക്കേടാണ്. ഒന്നും കളിക്കാത്ത എത്രയോ നല്ല കളിക്കാരുണ്ടായിരുന്ന അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ശ്രീധുവിനെ അവിടെ നിർത്തിയിരിക്കുന്ന പരമ ബോറാണെന്ന് മാത്രമേ പറയുള്ളൂ. ഷെയ്മോണിയോ. ഒന്നത് അൻസിബ സൂപ്പറായിരുന്നു. അപ്സരയും കുഴപ്പമില്ലായിരുന്നു. നന്ദന നിന്നിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ കൊച്ച് ഒരു കാര്യവും ഇല്ലാതെ അത്രയും ദിവസം നിന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, അവരുടെ അമ്മ വന്ന് പക്ക പറഞ്ഞിട്ട് പോയതാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും താല്പര്യമില്ല എന്ന്. പറയാതെ പറഞ്ഞിട്ട് പോയതാണ്. ഇന്നിപ്പോൾ ജാൻമണി വന്ന് പറയുമ്പോൾ മണ്ടി നിൽക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശമൊന്നും അറിയത്തില്ല. തുടർന്നും കാണുമ്പോൾ പറയാം. ഏതായാലും ശ്രീധുവിൻ്റെ ക്യൂട്ട്നെസ് മാത്രമായി ഒരു ഷോയിൽ 100 ദിവസം നിൽക്കാൻ പറ്റിയത് ചെറിയ കാര്യമല്ല. കൊള്ളാമടെ. ഇങ്ങനെ ആളുകളെ പറ്റിക്കാമെന്ന് ശ്രീധുവിലൂടെ നമുക്ക് മനസ്സിലായി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.